ഇതിങ്ങോട്ട് വായിക്കാം. ഇതിങ്ങോട്ട് വായിച്ചിട്ട് ഇപ്പൊ എന്താ, നെല്ലിക്കുത്തിന്റെ ഭാഷയിൽ പരലോക നിഷേധം എന്താവൂല, ശിർക്കാവൂല, എന്താവുള്ളൂ, കുഫ്രേ ആവുള്ളൂ. അല്ലെങ്കിൽ പേരോട് പറയണം ഈ നിർവചനം വായിക്കണം, ഉസ്താദിനെ ഈ നിർവചനം വായിക്കണം. ഈ നിർവചനം വായിച്ചിട്ട് പരലോക നിഷേധം എങ്ങനെയാണ് ശിർക്കാകുക എന്ന് ഈ നിർവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പേരോട് തെളിയിക്കണം. പേരോട് തെളിയിച്ചിട്ടില്ല, പേരോട് മിണ്ടിയില്ല. നെല്ലിക്കുത്തിനെ പറ്റി ഇങ്ങനെ ഒരു ചോദ്യം ഞാൻ ചോദിച്ചത് പേരോട് മിണ്ടിയിട്ടില്ല. നജീബ് മുസ്ലിയാരെ പുസ്തകത്തിലെ ഉദ്ധരണി കേൾപ്പിച്ചിട്ടുണ്ട്, അതും കൂടെ കേട്ടോളൂ. അതിനും മുസ്ലിയാർ മിണ്ടിയിട്ടില്ല. മാത്രമല്ല, ഞാൻ നിങ്ങൾ എന്നോടൊരു പദ്യമല്ലേ വായിച്ചത്, ഞാൻ നിങ്ങളോട് ഒരു ഗദ്യം വായിക്കാം. നിങ്ങൾ എനിക്ക് ചൊല്ലിത്തന്നതൊരു പദ്യം, ഞാനൊരു ഗദ്യം വായിക്കാം. അത് തിരിയാതെ പോണ്ട, മലയാളത്തിലാ. മലയാളത്തിൽ ഞാനത് നിങ്ങൾക്ക് ഒരു വാചകം വായിച്ചു തരാം. ഇത് പുസ്തകം ഏതാനറിയോ? പുസ്തകം അറിയാതെ ഇടങ്ങേറാവൊന്നും വേണ്ട. തൗഹീദ് മുഖാമുഖം, ഇതാ ചിത്രം തന്നെ കാണുന്നു, നജീബ് മൗലവി. സംസ്ഥാനക്കാർക്ക് അറിയാതെ പോവില്ലല്ലോ. സംസ്ഥാനയുടെ നേതാവ് നജീബ് മൗലവി എന്ന് പറയുന്ന മുസ്ലിയാര് എഴുതുന്നത് കണ്ടോളൂ. എന്താണ് ഇതിൽ എഴുതുന്നത്? ഈ പുസ്തകത്തിൽ വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തുന്നു. അപ്പോൾ കേട്ടോളൂ, അപ്പോൾ ശിർക്കും കുഫറും തമ്മിലുള്ള വ്യത്യാസം. ഒരാൾ ചോദിക്കുകയാണ്, ശിർക്കും കുഫറും തമ്മിലുള്ള വ്യത്യാസം, പരലോകം നിഷേധിച്ച മുശ്രിക്കാവോ കാഫിറാവോ എന്ന് ഇതിലൂടെ നജീബ് മൗലവി പറയുന്നു. പേരോട് ശരിക്കും കേട്ടോ. ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് തീർത്തും പുറത്തു പോകുന്ന പിഴച്ച വിശ്വാസങ്ങളെയും പ്രവർത്തനങ്ങളെയും വാക്കുകളെയും കരുത്തുകളെയും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ആമായ പൊതുവാക്യമാണ് കുഫർ. ഇതിൽപ്പെട്ട ഒരു പരിമിതമായ ഖാസ് കുഫറാണ് ശിർക്ക് എന്നത്. മുമ്പ് വ്യക്തമാക്കിയിട്ടുള്ളതുപോലെ അള്ളാഹുവിന് സമാനമായി മറ്റൊരു ദൈവത്തെയോ അള്ളാഹുവിന് പുറമെ ആരാധനക്ക് അർഹതയുള്ളതായി വല്ല വസ്തുവിനെയോ വിശ്വസിക്കുന്ന ബഹുദൈവ വിശ്വാസം എന്ന കുഫർ മാത്രമേ ശിർക്കാവുന്നുള്ളൂ. നേരെ മറിച്ച് നബിയെ നിഷേധിക്കുക, മലക്കുകളെ നിരാകരിക്കുക, പരലോകം വിശ്വസിക്കാതിരിക്കുക എന്നിത്യാദി കുഫറുകളെയൊന്നും ശിർക്കെന്ന് പറയുകയില്ല. നജീബ് മുസ്ലിയാരാണ് എഴുതുന്നത്. നിങ്ങളുടെ ഐക്യമുന്നണിയിലെ നേതാവല്ലേ, സുന്നിയല്ലേ. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ, ഇനിയും എഴുതുന്നു, വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ എല്ലാ മുശ്രിക്കുകളും കാഫിറുകളാണ്. എന്നാൽ കാഫിറെല്ലാം മുശ്രിക്കല്ല. അള്ളാഹുവിന്റെ ഏകത്വം നാം മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന അതേവിധം വിശ്വസിച്ച് അംഗീകരിക്കുന്ന ഒരാൾ തന്നെ കാഫിറാകാം. അയാൾ പരലോക ജീവിതം നിഷേധിച്ചാൽ മതി, പക്ഷേ അയാളെ മുശ്രിക്കെന്ന് വിളിക്കുകയില്ല. അപ്പോൾ കുഫറിന്റെ ധാരാളം ഇനങ്ങളിൽ നിന്ന് അള്ളാഹുവിനോടൊപ്പം മറ്റൊരാരാധ്യനെ പങ്കുചേർക്കുക എന്ന അതീവ ഗുരുതരവും അതികഠിനവുമായ കുഫറിന്റെ പ്രത്യേക നാമമാണ് ശിർക്ക് എന്നത്. ഇത് വിശ്വാസവുമായി മാത്രം ബന്ധപ്പെട്ടതാണ്, കർമ്മങ്ങൾ ശിർക്കാവുകയില്ല. ഇത് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടില്ലേ. എന്റെ വക കമന്റ് ഒന്നും പറയുന്നില്ല, പേരോടൊന്ന് പഠിച്ചോളൂ. അതല്ല അല്ലെങ്കിൽ നജീബ് മൗലിയുടെ അടുത്തേക്ക് ചെല്ല്. ഞാൻ പറഞ്ഞതാണ് കഴിഞ്ഞ പ്രസംഗത്തിൽ. പേരോട് തെളിയിച്ചിട്ടില്ല, പേരോട് മിണ്ടിയില്ല. എന്നിട്ട് നെല്ലിക്കുത്തിന്റെയും നജീബ് മുസ്ലിയാരുടെയും ഈ പുസ്തകങ്ങളില് ഈ ഉദ്ധരണികൾ പറഞ്ഞിട്ട് പേരോട് അതിനെപ്പറ്റി എന്താ പറഞ്ഞത് വലിയ രസാണ്. അവരെയാണ് പൊക്കിയിട്ട് മൂപ്പരതിന് വേറൊന്നും പറയല്ല, നിങ്ങൾക്ക് തിരിയില്ല എന്ന് പറഞ്ഞ ഭാഗം ഒന്ന് കേട്ടോളി. അവർ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, അത് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുകയാണ്. കേട്ടോളി. ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദിന്റെയും നജീബ് മൗലവിയുടെയും പുസ്തകത്തിൽ നിങ്ങൾക്കെതിരായിട്ടുണ്ട്. ആരാ മൗലവി പറഞ്ഞത്? ഞാനാ പറഞ്ഞത്. നിങ്ങൾക്ക് പണ്ഡിതന്മാരെ ബുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുമോ മൗലവി? അത് ഞങ്ങളുടെ ഉത്തരവാദി. എന്നിട്ട് നെല്ലിക്കുത്ത് ഉസ്താദിനെയും നജീബ് മൗലവിയെയും ഇവിടുത്തെ ചർച്ചയിൽ വലിച്ചിടണോ? നിങ്ങൾക്ക് ഈ പണ്ഡിതന്മാരെ മനസ്സിലാക്കാൻ കഴിയുമോ, പറയാൻ കഴിയുമോ, അറിയാൻ കഴിയുമോ? ഞാനിപ്പോ അതിലേക്കൊന്നും കിടക്കത്തില്ല. എന്താ കിടക്കാത്ത? കടക്കണേ. ഞാനിപ്പോ അതിലേക്കൊന്നും കിടക്കണില്ലാണ്ടാണ് പോവുക. നെല്ലിക്കുത്തും നജീബ് മുസ്ലിയാരും ഒക്കെ പറഞ്ഞത് എന്താ നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്നാ മനസ്സിലായ ആളുണ്ടല്ലോ, പേരോടവറുകള്. മൂപ്പരിക്കൊന്ന് പറഞ്ഞൂടായിരുന്നോ? അത് പറഞ്ഞില്ല. എന്താണെന്നറിയോ? മറുപടി പറയാൻ കഴിയൂല. എന്നിട്ട് പിന്നെ പറഞ്ഞത് എന്താണെന്നറിയോ? പിന്നെ പറഞ്ഞ് വേറൊരു പണ്ഡിതന്റെ ഒരു ഉദ്ധരണി ഉണ്ട്, അറബിയിലൊരു ഉദ്ധരണി വായിച്ചു. ഒരു ഉദ്ധരണി വായിച്ചു. ആ ഉദ്ധരണി ഇബാറത്ത് വായിച്ചിട്ട് മൂപ്പര് പറഞ്ഞു കിതാബൊന്നും പറയൂല, നോക്കി പഠിക്കട്ടെ. പാവ അപ്പോഴും വിചാരിച്ചു കാണൂല. കിതാബ് കാണില്ല എന്ന് വിചാരിച്ച്
ഈ CD കണ്ട് 1/2 മിനിറ്റ് കൊണ്ട് നമ്മൾ കണ്ടുപിടിച്ചു ഇതെവിടെയാണ് കണ്ടുപിടിച്ചു. എങ്കിൽ പേരോടിനോട് പറയട്ടെ, നിങ്ങൾ വായിച്ചൊരു ഇബാറത്തില്ലേ, ആ ഇബാറത്തും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? നെല്ലിക്കുത്തിന്റെയും നജീബ് മുസ്ലിയാരി അടുത്ത് പോകുമ്പോൾ കൊണ്ടുപോകണം. നിങ്ങൾ എനിക്ക് കേൾപ്പിച്ച വേറൊരു ഇബാറത്തില്ലേ, അതും എടുക്കുക. പണ്ടത്തെ ബുക്കിന് പുറമെ പറയാനിട്ട് പേരോടിനോടാ പറയുന്നത്, പണ്ടത്തെ പുസ്തകങ്ങൾക്ക് പുറമെ നിങ്ങളിപ്പോ മറുപടിയായിട്ട് കേൾപ്പിച്ച വേറൊരു ഇബാറത്തുണ്ട്, എവിടെ കിതാബിലൊന്നും പറയൂല എന്ന് പറഞ്ഞിട്ട്. ആ ഇബാറത്തും കൊണ്ട് നിങ്ങൾ ഇതൊക്കെ കൂടിയും കൊണ്ട് ഇനിയും പോകണം, നജീബ് മുസ്ലിയാരുടെ അടുത്തും പോകണം, നെല്ലിക്കുത്തിന്റെ അടുത്തും പോകണം. കാര്യം വളരെ കുഴഞ്ഞിരിക്കുന്നു. ഈ ഇബാറത്തും നിങ്ങൾക്ക് എതിരാണ്. എന്നിട്ട് അവരെ കൊണ്ടൊന്ന് തിരുത്തിക്കിൻ കേട്ടോ. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. എന്നിട്ട് പറ, കിതാബ് പറഞ്ഞു തരൂല. ഏത് സമാനിലായി ഇയാൾ ജീവിക്കുന്നത്? ഇതൊക്കെ ഇപ്പൊ കണ്ടെത്താൻ വല്ല ഒരു കാലതാമസവും വേണോ? ഇവരൊന്നും കിട്ടൂല എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. അപ്പോ ഇനി പിന്നെ എന്താണ് ഇയാൾ പറഞ്ഞത്?